സുഹൃത്തുക്കളെ, പാം സ്ട്രീറ്റ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ദോഹയിലെ ഉമ്മൽ സനീം ഹെൽത്ത് സെൻ്ററിലാണ്. ഖത്തർ ചാരിറ്റി സെൻറ്റർ ഫോർ ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്ന സംഘടനയുമായി ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു മെഡിക്കൽ ക്യാമ്പാണ്. ഈ മെഡിക്കൽ ക്യാമ്പിൻ്റെ ദൃശ്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതായത് ഖത്തർ ചാരിറ്റി സാധാരണക്കാരെ എത്രത്തോളം ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇന്ന് ഇവിടെ കാണാൻ പോകുന്ന കാഴ്ചകൾ. വീഡിയോ കാണുന്നത് തുടക്കത്തിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളോടൊപ്പം ഇപ്പോൾ ഈ മെഡിക്കൽ ക്യാമ്പിൻ്റെ ചെയർമാൻ മിസ്റ്റർ ഹബീബുർ റഹ്മാൻ ചേരുകയാണ്. അസ്സലാമു അലൈക്കും. 22 വർഷത്തോളമായി ഖത്തറിലെ ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷനും ഇപ്പോൾ CIC സെൻറ്റർ ഫോർ ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന സംഘം മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. സാധാരണ നടത്തുന്ന ഒരു മെഡിക്കൽ ക്യാമ്പ് അല്ല ഇത്. ഒരു ഹോസ്പിറ്റലിൻ്റെ എല്ലാ സംവിധാനത്തോടും കൂടി ഒരു ഏറ്റവും വലിയ ഒരു മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ചേർന്ന് കൊണ്ടുവരുന്ന ഒരു മെഡിക്കൽ ക്യാമ്പാണ്. സാധാരണ ഒരു റാൻഡം ചെക്കപ്പോ ഒരു പരിശോധനയോ അല്ല ഇത്. ആ 22 വർഷത്തെ പരിചയത്തെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഖത്തർ ചാരിറ്റി വർക്കേഴ്സ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ആ വർക്കേഴ്സ് മെഡിക്കൽ ക്യാമ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. വർക്കേഴ്സ് മെഡിക്കൽ ക്യാമ്പിൽ ഖത്തർ ചാരിറ്റിയോട് സഹകരിച്ചു കൊണ്ടാണ് CIC മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. 3000-ലധികം ആളുകളുടെ രജിസ്ട്രേഷനാണ് CIC നിർവഹിച്ചത്. ഖത്തറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന തൊഴിലാളികളുടെ തൊഴിലിടങ്ങളിൽ ചെന്നുകൊണ്ട്, അവിടെ താമസ സ്ഥലങ്ങളിൽ ചെന്നുകൊണ്ട് 2000-ലും 3000-നും ഒക്കെ താഴെ വരുമാനമുള്ള സാധുക്കളായ സാധാരണക്കാരായ വ്യത്യസ്ത ഹോസ്പിറ്റലുകളിലേക്ക് പോകാൻ കഴിയാത്ത സാധാരണക്കാരെ കാണുകയും അവരെ രജിസ്റ്റർ ചെയ്യിക്കുകയും ചെയ്തുകൊണ്ട് അവർക്ക് വാഹന സൗകര്യം ഏർപ്പെടുത്തി ഒരു ക്യാമ്പിൽ നിന്ന് മൊത്തം ആളുകളെ കൊണ്ടുവരിക എന്നതിനപ്പുറം ആവശ്യക്കാരായ ആളുകളെ കൊണ്ടുവന്നുകൊണ്ട് നടത്തിയ ക്യാമ്പ് എന്നതാണ് ഇതിനെ പ്രത്യേകമാക്കുന്ന ഒന്ന്. അതോടൊപ്പം പലരും മടിച്ച് അവരുടെ രോഗത്തെ അല്ലെങ്കിൽ അവരെ ഡയഗ്നോസ് ചെയ്യാനുള്ള മടി കാരണത്താൽ പലപ്പോഴും മടി കാണിച്ചിരുന്നവർ പിന്നീടാണ് അറിയുന്നത് അവർക്ക് വലിയ രോഗങ്ങളുണ്ട് എന്നത്. ഇന്ന് തന്നെ 2 പേരെ അടിയന്തരമായി ആംബുലൻസിൽ ഹമ്മദിലേക്ക് അയക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ വലിയ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആതുര ശുശ്രൂഷ രംഗം ലഭ്യമാകാതെ പോയ സാധാരണക്കാരായ ആളുകൾക്ക് ഇന്ത്യൻ മെഡിക്കൽ ടീമിൻ്റെയും അതുപോലെ തന്നെ ഫിങ്ക് എന്ന് പറയുന്ന നഴ്സിംഗ് ടീമിൻ്റെയും ഫിസിയോതെറാപ്പിയുടെയും ഒക്കെ സംഘടനകളുടെ, അതുപോലെ തന്നെ വെൽകെയർ ഫാർമസിയുടെയും ഒക്കെ സഹകരണത്തോടു കൂടിയിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഏറ്റവും മനോഹരമായ ഒരു പരിപാടിയായിരുന്നു. ഒരു കൂട്ടായ്മയുടെയും സന്തോഷത്തിൻ്റെയും വ്യത്യസ്ത ജാതിയും മതത്തിലും വർഗത്തിലും ദേശത്തിലും പെട്ട മനുഷ്യർ ഒന്നിച്ചു ചേർന്നുകൊണ്ട് 2000-ലധികം ആളുകളെ പരിശോധിക്കുകയും അവരുടെ രോഗങ്ങൾ നിജപ്പെടുത്തുകയും അവർക്ക് രോഗമുണ്ടോ ഇല്ലേ എന്ന് കൃത്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടുള്ള ഏറ്റവും മനോഹരമായ ഒരു മെഡിക്കൽ ക്യാമ്പിൻ്റെ സമാപനത്തിലെ ഒരു ചാരിതാർത്ഥ്യത്തിലാണുള്ളത്. ദൈവത്തിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിർവഹിക്കപ്പെട്ട ഈ ദൗത്യത്തിൽ പങ്കാളികളായ എല്ലാവർക്കും ഹൃദയപൂർവ്വം സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. എൻ്റെ പേര് ബിജോയ്. ഞാൻ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ നഴ്സസ് ഇൻ ഖത്തർ എന്ന സംഘടനയുടെ പ്രസിഡൻ്റാണ്. എൻ്റെ പുറകിൽ കാണുന്നത് എൻ്റെ ടീം ഓഫ് മെമ്പേഴ്സാണ്. നമ്മളിന്ന് ഖത്തർ ചാരിറ്റിയും ഇന്ത്യൻ ഡോക്ടേഴ്സ് ക്ലബും ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ നഴ്സസും ഇന്ത്യൻ ഫാർമസി അസോസിയേഷനും കൂടി ചേർന്നിട്ട് ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് ഓർഗനൈസ് ചെയ്തേക്കുന്നതാണ്. നമ്മൾ മോർ ദാൻ 3000 to 3500 വർക്കേഴ്സിനെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ സൈഡിൽ നിന്ന്, നഴ്സിംഗ് സൈഡിൽ നിന്ന് ഏകദേശം 130ഓളം വോളണ്ടിയേഴ്സ് ഇന്നത്തെ ഈ ഒരു ഇവൻറ്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഓരോ മീഡിയയും ഇതേപോലെയുള്ള പേഴ്സണലായിട്ടുള്ള ചാനൽസും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ബിഗ് താങ്ക് യു ഫ്രം ഓൾ ഓഫ് us ഫ്രം നഴ്സസ് ഫ്രം ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ നഴ്സസ്. താങ്ക് യു. വാസികളിൽ ഭൂരിഭാഗവും തുച്ഛ വരുമാനക്കാരായിരിക്കും. തന്നെയുമല്ല, അവർ പട്ടണങ്ങളിൽ നിന്നും അകലെ ഇൻഡസ്ട്രിയൽ ഏരിയകളിലെ ലേബർ ക്യാമ്പുകളിലായിരിക്കും അവരുടെ വാസം. ഉള്ള വരുമാനം മുടങ്ങാതെ ലഭിക്കുക എന്നത് തന്നെ വലിയൊരു പരീക്ഷണമാണ്. ഇടയിൽ ഇത്തരക്കാർക്ക് രോഗങ്ങൾ കൂടി ആയാലോ കാര്യം വളരെ കഷ്ടമാകും.
പക്ഷേ ഖത്തറിൽ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ ജീവിതശൈലി രോഗങ്ങളിൽ പ്രയാസപ്പെടുന്ന പ്രവാസികൾക്കായി ഹെൽത്ത് കാർഡ് ഇഷ്യൂ ചെയ്തുകൊണ്ട് വളരെ കുറഞ്ഞ ചെലവിൽ തന്നെ അവർക്ക് ചികിത്സയും മരുന്നും ലഭ്യമാക്കുന്നു. എങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ അജ്ഞരായ നിരവധി ആളുകൾ ലേബർ ക്യാമ്പുകളിൽ തിങ്ങി താമസിക്കുന്നുണ്ട്. അത്തരക്കാർക്കാണ് ഇത്തരം മെഗാ മെഡിക്കൽ ക്യാമ്പ് കൊണ്ടുള്ള നേട്ടം. അതുകൊണ്ടാണ് CICയുടെ നേതൃത്വത്തിലുള്ള ഈ ആതുര സേവനം പ്രസക്തമാകുന്നത്. ചികിത്സ കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായ മരുന്നുകളും ഭക്ഷണവും വെള്ളവും ഒക്കെ സെൻറ്റർ ഫോർ ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്ന ഈ സംഘടന അവർക്ക് നൽകുന്നു. ഇതിനൊക്കെയും പ്രത്യേകം സ്പോൺസർമാരെ സമീപിച്ചുകൊണ്ടാണ് അതിനാവശ്യമായ ഫണ്ട് കണ്ടെത്തുന്നത്. ഈ വിപുലമായൊരു ദൗത്യം കൃത്യമായ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഇവരാണ് കേട്ടോ, CICയുടെ കർമ്മഭടന്മാർ. എത്തുന്ന സന്ദർശകർക്ക് ആവശ്യമായ ഭക്ഷണവും പാനീയവും നൽകുന്ന ദൗത്യത്തിലാണ് ഇവരിപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. അഡ്മിനിസ്ട്രേഷൻ ടീമും റെഡി. എല്ലാം കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകാൻ ജാഗ്രതയോടെ ഇവർ പ്രവർത്തിക്കുന്നു. തങ്ങളുടെ മാധ്യമങ്ങളിലേക്ക് ആവശ്യമായ റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ അറബ് മാധ്യമങ്ങളും ഇവിടെ എത്തുന്നു. इधर बहुत ही अच्छे ट्रीटमेंट, बहुत अच्छे डॉक्टर अच्छे, इधर का ट्रीटमेंट बहुत अच्छे, डॉक्टर लोग अच्छे, सब कुछ सिस्टम बहुत अच्छे इधर। बहुत अच्छा है, डॉक्टर लोग ट्रीटमेंट का बहुत अच्छा है, अच्छा करके देखता है। दवाई मिला, दवाई भी मिला, सब कुछ मिला, सब दवाई भी मिला। ഹാപ്പി അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കണ്ടു കഴിഞ്ഞവർ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.